മാല എന്താ ഇന്ന് കരയുന്ന മകളെ? എന്റെ മാല കളഞ്ഞ് ഞാൻ ആശിച്ച് വാങ്ങിച്ച അരപ്പവന്റെ മാല കളഞ്ഞു മകളെ. അതിനാണ്ടി വിഷമിക്കാതെ ആന്റി, നമ്മളൊരു കാര്യം ചെയ്യാന്ന്. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല. ആ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന്. നിങ്ങൾ പോയി കേസ് കൊടുത്തിട്ട് ഞാനും അങ്ങോട്ട് വരാം കേട്ടോ. പോയിട്ട് വരി. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ കിട്ടുമല്ലേ മക്കളെ? എന്റെ പൊന്നാന്റി, പോലീസുകാരുടെ കടമ ഇതാ. അതുപോലെ എനിക്ക് അറിയാവുന്ന SI അവിടെ ഇരിക്കുന്നത്. കിട്ടുമെന്ന് ഞാൻ ഇപ്പൊ വിളിച്ച് പറയാം. നിങ്ങൾ ചെല്ലി. ഇത് ആരവരെ മാല എടുത്തിട്ട് പോയത്? ഞാൻ എന്താ പറഞ്ഞേ, ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ടോട്ടെ. അയ്യോ ചിരിച്ചു ചാവും. അതെന്തു പറ്റി ആന്റി ഇത്രയ്ക്ക് ചിരിച്ചിട്ടില്ല? കാരണം മാല കിട്ടിയാ? നീ വാ, നമുക്കവിടെ ഇരുന്ന് പറയാം. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരൻ പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, മാക്സിമം കണ്ടെത്തി തരാം, പിന്നെ നിങ്ങൾ ദൈവത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. അത് കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു മാല വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ചിരിച്ചു പോയി. അല്ല, അതെനിക്ക് മനസ്സിലായില്ല ഇത്രയ്ക്ക് ചിരിക്കാൻ കാര്യം. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം തന്നെ കോടിക്കണക്കിന് മോടിച്ചു കൊണ്ടുപോയി കള്ളന്മാര്. പിന്നെ ഞാൻ എങ്ങനെ അയ്യപ്പൻ്റെ കൂടി ചെന്ന് പറഞ്ഞാൽ ഈ അരപ്പവന്റെ മാല അയ്യപ്പൻ എങ്ങനെ തരും? അതുകൊണ്ട് എന്റെ വിഷമം ഞാൻ ഉള്ളിൽ വെക്കുന്നു. അല്ല, ആ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ആന്റി. ദൈവമേ, ദൈവത്തിന്റെ സ്വർണം വരെ മോഷണം പോയിരിക്കുക. നമ്മൾ എങ്ങനെയാ ഇങ്ങനെ പറയുന്നത്? സ്വാമിയേ ശരണയ്യപ്പ, എല്ലാം ദൈവത്തിന് അറിയാം.